തൃശൂർ മറ്റത്തൂരിലെ കോൺഗ്രസ് ബി.ജെ.പി. സഖ്യത്തിൽ നടപടിയെടുത്ത് കോൺഗ്രസ് നേതൃത്വം. ആരോപണ വിധേയരായ നേതാക്കളെ സസ്പെൻഡ് ചെയ്തു. ഡി.സി.സി ജനറൽ സെക്രട്ടറി ടി.എം. ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ എന്നിവരെയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. അഹമ്മദ് മുജതബയുണ്ട് വിവരങ്ങൾ നൽകാനായി തൃശൂരിൽ നിന്നും. മുജതബ, ഈ മറ്റത്തൂരിൽ ഈ സഖ്യത്തിൽ വലിയ തരത്തിലുള്ള നടപടിയെടുക്കുമെന്ന് ടി.എൻ. പ്രതാപൻ നമ്മളോട് തന്നെ അല്പസമയം മുൻപ് പറഞ്ഞിരിക്കുകയാണ്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടിയും വന്നിരിക്കുന്നു. എന്താണ്, ആരെയൊക്കെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? മറ്റത്തൂരിലെ ഈ ബി.ജെ.പി. കോൺഗ്രസ് സഖ്യത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ കെ.പി.സി.സിയും ഡി.സി.സിയും ഒക്കെ വ്യക്തമാക്കിയതാണ്. നേരത്തെ ടി.എൻ. പ്രതാപന്റെ വാക്കുകളും അത് തന്നെയായിരുന്നു സൂചിപ്പിച്ചത്. ഒരു കാരണവശാലും പാർട്ടിയുടെ നിർദ്ദേശം മറികടന്ന് പ്രാദേശിക സഖ്യത്തിൽ പോലും ബി.ജെ.പിയുമായി ഏതെങ്കിലും ഒരു തരത്തിൽ നീക്കുപോക്ക് പാടില്ല, ഒരു ഘട്ടത്തിൽ പോലും അത് അനുവദിക്കില്ല എന്നുള്ള നിർദ്ദേശം മറികടന്ന് പ്രാദേശിക സഖ്യവുമായി അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കുകയും ഭരണത്തിലേക്ക് പോവുകയും ചെയ്ത ആ നടപടിയെയാണ് ഇപ്പോൾ കെ.പി.സി.സി നേതൃത്വം തള്ളുക മാത്രമല്ല കർശനമായ നടപടിയിലേക്ക് പോകുന്നു. അതായത് ഈ സഖ്യ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ഡി.സി.സിയുടെ തന്നെ ജനറൽ സെക്രട്ടറിയായ ടി.എം. ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ എന്നിവരെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കെ.പി.സി.സി. ഇതിന്റെ ഈ കത്ത് ഇപ്പോൾ ഡി.സി.സിക്കും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട രണ്ടു പേർക്കും അത് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കത്ത് അയക്കുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തുടക്കത്തിൽ തന്നെ നേതൃത്വം ഈ സംഭവം നടന്നപ്പോൾ അത് തീർത്തും പാർട്ടി നയത്തിന് വിരുദ്ധമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആ നടപടിയെ തള്ളുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് ഇപ്പോൾ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കർശനമായ നടപടി ഉണ്ടാകുമെന്ന് കെ.പി.സി.സിയും ജില്ലാ നേതൃത്വവുമൊക്കെ പറയുകയും ചെയ്തിരുന്നു. കെ.പി.സി.സി അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചോദിക്കുകയും ഒരു പ്രാഥമികമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ രണ്ടുപേരെ, ഡി.സി.സി ജനറൽ സെക്രട്ടറി അതോടൊപ്പം തന്നെ അവിടുത്തെ മണ്ഡലം കോൺഗ്രസിന്റെ ഭാരവാഹി, ഈ രണ്ടുപേരെയും പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം കൂടി ശ്രദ്ധേയമാണ്, ഇതേ സഖ്യം അവിടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചകളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അജി.